ഹലോ. അപ്പൊ സ്പെക്ട്രം ബേസ്ഡ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പൊ മൂന്നാമത്തെ ക്ലാസ് ആണത്. ബാക്കി ക്ലാസ്സുകൾ കണ്ടു എന്ന് ഉറപ്പുവരുത്തുക. ഈ ഒരു പാർട്ടിൽ നമ്മൾ അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാർട്ടിൽ നമ്മൾ ഫ്രഞ്ചിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. നമുക്കറിയാം ഫ്രഞ്ചുകാരാണ് ഏറ്റവും അവസാനം ഇന്ത്യയിലേക്ക് എത്തിയത്. അവർക്ക് വ്യാപാരം ഉണ്ടായിരുന്നു, പക്ഷെ അവർ നേരിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവർക്ക് മൗറീഷ്യസ്, റീയൂണിയൻ എന്നിങ്ങനെയുള്ള ദ്വീപുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഫ്രഞ്ച് ഐലൻഡ്സ് ഒക്കെ കുറെ ഉണ്ട്. ഇന്ത്യയിൽ വരിക, കോളനി സ്ഥാപിക്കുക എന്നുള്ളത് ഇവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ബാക്കിയെല്ലാം തന്നെ സ്വകാര്യ കമ്പനികളാണ്, പ്രൈവറ്റ് എന്റർപ്രൈസസ് ആണ്. ഇപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിക്കോട്ടെ, പിന്നെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിക്കോട്ടെ, അതെല്ലാം തന്നെ സ്വകാര്യ കമ്പനികളാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് തന്നെ ഒരു കമ്പനി ഉണ്ടാക്കി, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്, നമ്മളിവിടുത്തെ കെൽട്രോൺ ഒക്കെ പോലത്തെ ഒരു സ്ഥാപനത്തിന് ഉണ്ടാക്കി വിടുകയാണ്. അതും അപ്പോഴത്തെ ഒരു ഫിനാൻസ് മിനിസ്റ്ററുടെ ഒരു ഉത്സാഹത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, ലൂയി 14 ആ സമയത്തെ രാജാവ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവർക്കൊരു പ്രശ്നമുണ്ട് എപ്പോഴും. ഈ രാജ ഇവരൊരു പൊതുമേഖലാ സ്ഥാപനമാകുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ഗവൺമെന്റിന്റെ റിപ്ലൈക്ക് കാത്തിക്കേണ്ട ഒരു അവസ്ഥ, അതെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ഇവർ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സ്ലൈഡിൽ പറയുന്നത്. ആ സമയത്ത് ഉണ്ടായിരുന്ന രാജാവ് ലൂയി 14 മിനിസ്റ്റർ ആരായിരുന്നു? കോൾബർട്ട് ആയിരുന്നു കേട്ടോ, ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. ഓക്കെ, അങ്ങനെ അവർ കമ്പനി ഉണ്ടാക്കുന്നു. കമ്പനിയുടെ ഫ്രഞ്ച് പേര് എന്ന് പറയുന്നത് കമ്പനി ഡേസ് ഇൻഡിസ് ഓറിയന്റാലിസിസ്. അത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പഠിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് കമ്പനിക്ക് 50 വർഷത്തെ മൊണോപ്പൊളിയെ കൊടുക്കുകയാണ്. 50 വർഷത്തെ മൊണോപ്പൊളി കൊടുക്കുകയാണ്. ഇന്ത്യൻ ഓഷനിലും പസഫിക് ഓഷനിലുമുള്ള ഒരു 50 വർഷത്തെ മൊണോപ്പൊളി അങ്ങ് കൊടുക്കുകയാണ്. പെർപച്വൽ കൺസെഷൻ, സോറി അറിയാണ്ടൊന്ന് തുമ്മിപ്പോയി. പെർപച്വൽ കൺസെഷൻ ഫോർ മഡഗാസ്കർ ആൻഡ് എനി അതർ ടെറിട്ടറീസ് ഇറ്റ് കുഡ് കോൺകർ. ഏതൊരു സ്ഥലം കോൺകർ ചെയ്യാനും ഇതിന് അവകാശമുണ്ട്. ഓക്കെ, ഇപ്പൊ മഡഗാസ്കറിൽ ഒരു കോളനി ഉണ്ടാക്കാനായിട്ട് കുറെ അവർ ശ്രമിച്ചു, കുറെ അൺസക്സസ്ഫുൾ ആയി പോയി, കുറെ കാശൊക്കെ ചെലവാക്കി. ഓക്കെ, അങ്ങനെ 1667 ഫ്രാങ്കോയിസ് കാരോൺ ഇന്ത്യയിലേക്ക് ഒരു എക്സ്പെഡിഷൻ ഉണ്ടാവുകയാണ്. അങ്ങനെ അവര് ഫാക്ടറി ഒക്കെ ഉണ്ടാക്കി പൂനെയിൽ, സൂററ്റില് കേട്ടോ. 1763 ആയപ്പോ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു മുഗൾ സുബേദാറിൽ നിന്നും ഇവർക്ക് ഒരു അനുവാദം കിട്ടി. അവരൊരു ചന്ദ്രനഗറില് ഒരു ടൗൺഷിപ്പ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഫാക്ടറി എന്ന് പറയുമ്പോഴും നിങ്ങൾ ടൗൺഷിപ്പ് എന്ന് തന്നെ മനസ്സിലാക്കണം കേട്ടോ. അന്നത്തെ കാലത്ത് ഫാക്ടറി എന്ന് ഉദ്ദേശിക്കുന്നത് അത് എന്തെങ്കിലും ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അവിടെ ഒരു ചെറിയൊരു ടൗൺഷിപ്പ് പോലെ ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഗോൽക്കണ്ട സുൽത്താൻമാരിൽ നിന്നും ബിജാപ്പൂർ സുൽത്താൻമാരിൽ നിന്നും എല്ലാം തന്നെ ഇവർക്ക് കുറച്ച് അനുമതികളൊക്കെ ലഭിക്കുന്നു. മസൂരി പട്ടണത്തില് ഫാക്ടറി ഉണ്ടാക്കുന്നു. ഓക്കെ, ഫ്രാങ്കോയിസ് മാർട്ടിൻ ആണ് ഫ്രഞ്ച് ഗവർണർ അപ്പൊ ആവുന്നത്. ഈ കാരണിനെ മാറ്റി, ഇവിടേക്ക് വന്ന കാരൺ ഉണ്ടല്ലോ, കാരണിനെ മാറ്റി ഫ്രാങ്കോയിസ് മാർട്ടിൻ became the ഫ്രഞ്ച് ഗവർണർ. പിന്നെ അവർക്ക് കുറെ കോസ്റ്റൽ ഏരിയകൾ നോക്കിയിട്ട്, നമുക്കറിയാം മാഹി ആണെങ്കിലും കോസ്റ്റൽ ഏരിയ ആണ്. ഇവരിങ്ങനെ കോസ്റ്റൽ ഏരിയകൾ നോക്കിയിട്ട് ഫാക്ടറികൾ സ്ഥാപിക്കുകയാണ്. മാഹി, കാരക്കൽ, ബാലസോർ, കാസിം ബസാർ എന്നിങ്ങനെ പല പല ഫാക്ടറികൾ സ്ഥാപിക്കുന്നു. ഫ്രാങ്കോയിസ് മാർട്ടിൻ വളരെ അടിപൊളി മനുഷ്യനായിരുന്നു. അദ്ദേഹം പോണ്ടിച്ചേരിയില് അവരുടെ ആ ഒരു ഫ്രഞ്ച് ടൗൺഷിപ്പ് ഉണ്ടല്ലോ, അത് വളരെ നന്നായിട്ട് നോക്കി ഫ്ലറിഷ് ചെയ്തു ആ ഏരിയ. അപ്പൊ പോണ്ടിച്ചേരിയാണ് പിന്നീട് ഇവരുടെ മെയിൻ ഏരിയ ആയിട്ട് മാറുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്, ഡച്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്കറിയാം 1688 ഗ്ലോറിയസ് റെവല്യൂഷൻ നടക്കുന്നുണ്ട്. ഗ്ലോറിയസ് റെവല്യൂഷൻ നടക്കുന്നതിന് ശേഷം നെതർലാൻഡിൽ നിന്നാണ് മോളുടെ ഭർത്താവിനെയൊക്കെ രാജാവാക്കുന്നത്. അത് നിങ്ങൾക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ സുരേഷ് സാർ പറഞ്ഞുതരും. അപ്പോ നെതർലാൻഡ് എന്ന് പറഞ്ഞാൽ അതാണ് ഡച്ച്. ഓക്കെ, അപ്പൊ അവർക്കൊരു അലയൻസ് വരികയാണ്. അതിൽ പിന്നെ അവർക്ക് ഇന്ത്യയിലും ഒരു അലയൻസ് പോലെ ഉണ്ടാവുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇത് തിരിച്ചടിയാവുന്നത് ഫ്രഞ്ചുകാർക്കാണ്, ഈ ഒരു അലയൻസ് എന്ന് പറയുന്നത്. എന്നിട്ട് ഡച്ച് എന്ത് ചെയ്യുന്നു? പോണ്ടിച്ചേരി പിടിച്ചടക്കുന്നു. ഒരു കൈവശം അത് 2 വർഷത്തോളം വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവർക്ക് പിന്നീട് തിരിച്ചു പോണ്ടിച്ചേരി കിട്ടുന്ന ട്രീറ്റി, ഇത് നിങ്ങൾ പഠിക്കണം. എന്താണ്? റൈസ്വിക് ട്രീറ്റി. ഓക്കെ, എന്താ ട്രീറ്റിയുടെ പേര്? റൈസ്വിക് ട്രീറ്റി. ഒന്ന് പറഞ്ഞേ,
ആ ട്രീറ്റിയുടെ പേരാണ് റൈസ്വിക്ക് ട്രീറ്റി 1697. പിന്നീട് തിരിച്ച് ഫ്രാൻസുകാർക്ക് കിട്ടിയതിന് ശേഷം അവർ നല്ലോണം പോണ്ടിച്ചേരിയൊക്കെ നോക്കുന്നു. പോണ്ടിച്ചേരി ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാക്കുന്നു കേട്ടോ. പിന്നെ ഫ്രാങ്കോയിസ് മാർട്ടിൻ ആരായാലും മരിച്ചു പോവുമല്ലോ. ഫ്രാങ്കോയിസ് മാർട്ടിൻ പരുക്കെ മരിച്ചു പോയപ്പോ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിലയൊക്കെ വളരെ മോശമാവുന്നു. 1920 കമ്പനിനെ പിന്നെ റീഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ട് കിടില നേതാക്കൾ വരുന്നു, ലെനോയർ ആൻഡ് ഡ്യൂമാസ്. ഓക്കെ, ഇവര് കുറെ കാലം ഭരിക്കുന്നുണ്ട്, 22 വർഷത്തോളം. 1720 മുതൽ 1742 വരെ ഭരിക്കുന്നു, കമ്പനിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു കേട്ടോ. അപ്പൊ ഇവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മൗറീഷ്യസിൽ നിന്നും റീയൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐലൻഡ് ആണ്. റീയൂണിയനിൽ നിന്നും നല്ല ഹെൽപ്പ് കിട്ടുന്നുണ്ട് ഇന്ത്യൻ ഓഷനിലേക്ക്. ഓക്കെ, ഇനി കർണാട്ടിക് വാർസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് കർണാട്ടിക് വാർ? കർണാട്ടിക് വാർ എന്ന് വെച്ചാൽ കർണാടകത്തിൽ ഒരു വാർ എന്നൊന്നും വിചാരിക്കരുത്. കർണാട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറമാൻഡലിന് വിളിക്കുന്ന പേരാണ് കർണാട്ടിക് കേട്ടോ. അപ്പൊ അതുകൊണ്ട് മൂന്നോളം കർണാട്ടിക് വാർസ് ഉണ്ട്. കർണാട്ടിക് വാർ 1, കർണാട്ടിക് വാർ 2, കർണാട്ടിക് വാർ 3. ഇത് ആരുടെ ഇടയിൽ നടന്ന വാർസ് ആണ്? ഇംഗ്ലീഷുകാരുടെയും ഫ്രാൻസുകാരുടെയും ഇടയിൽ നടന്ന വാർസ് ആണ്. ഈ ഇംഗ്ലീഷും ഫ്രാൻസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ പോലെ ഇന്ത്യയും പാകിസ്ഥാനൊക്കെ ചെറുത്. ഇവര് തമ്മിൽ കുറെ കൊല്ലങ്ങളുടെ നൂറ്റാണ്ടുകളുടെ കണക്ക് തീർക്കാനുണ്ട്. അപ്പോ ഇവർക്ക് ഭയങ്കര ദേഷ്യമാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മില്, അതായത് പുറത്ത് അങ്ങ് ആസ്ട്രിയൻ കിരീടാവകാശിയെ ചുറ്റുള്ള പറഞ്ഞുള്ള തർക്കമൊക്കെയാണ് ഇവിടെ കർണാട്ടിക് വാർ ആയിട്ടൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോ ഫ്രഞ്ചുകാരനേക്കാളും കുറെ മുമ്പ് വന്നവരാണ് ഇംഗ്ലീഷുകാര്. അവര് കുറെ കൂടിയൊക്കെ അടിച്ചു കയറി വരുന്നുണ്ട്. എന്നാ അതൊക്കെ നമുക്ക് ഫ്രഞ്ചുകാർക്ക് അറിയാം. എന്നാ പോലും ഇവർക്ക് ദേഷ്യം ഉള്ളതുകൊണ്ട് ഇവരും പോയി അങ്ങോട്ട് നല്ലോണം കൊടുക്കും. ഓക്കെ, അങ്ങനെ മൊത്തത്തിൽ എപ്പോഴും കോൺഫ്ലിക്റ്റ് ആയിരുന്നു. ഈ കർണാട്ടിക് വാർസിന്റെ റീസൺ കൊണ്ട് ഇന്ത്യയില് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്ഷയിച്ചു. എന്നിട്ട് എന്തായി? ഇവര് അവരുടെ കുറച്ച് ഏരിയയിൽ മാത്രം ഒതുങ്ങി. പിന്നീട് ബ്രിട്ടീഷുകാരുടെ കാര്യത്തിലൊന്നും ഇടപെടാൻ പോവില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്ത ശേഷമാണ് മാഹി, കാരക്കൽ, യാനം, പോണ്ടിച്ചേരി അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങിയത്. ഓക്കെ, അപ്പൊ മൊത്തത്തില് സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസ്റ്റേബിൾ ആയിരുന്നു. അപ്പൊ അതായത് ഇപ്പൊ ഹൈദരാബാദിൽ ഉണ്ടായിരുന്ന നിസാം അസഫ് ജാ എന്ന് പറയുന്നത് പുള്ളി വളരെ വീക്കായിരുന്നു. എപ്പോഴും ഈ മറാത്താസിനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ കോറമാൻഡലിലും ഒരു നല്ലൊരു ലീഡർ, കോറമാൻഡൽ കോസ്റ്റിലും നല്ലൊരു ലീഡർ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഫ്രഞ്ച് കരുതുന്നുണ്ട്. മൈസൂരിൽ എങ്ങനെയായിരുന്നു? പഴയ വിജയനഗര എംപയറിന്റെ ബാക്കി പത്രങ്ങളായിരുന്നു മൈസൂരിൽ ഉണ്ടായിരുന്നത്. കൊച്ചി, ട്രാവൻകൂർ, മലബാർ കോസ്റ്റ് മൊത്തത്തില് എങ്ങനെയായിരുന്നു? ഒരു നല്ല ലീഡർസ്, മുഗൾസ് പോലെ ഒന്നും അല്ല. ഇവിടേക്ക് വരുമ്പോ സൗത്ത് ഇന്ത്യയിൽ നല്ലൊരു ലീഡർ ഉണ്ടായിരുന്നില്ല. ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇവര് കാണുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഫസ്റ്റ് കർണാട്ടിക് വാർ നോക്കാം. ആദ്യത്തെ കർണാട്ടിക് വാർ നടക്കുന്നത് 1740 മുതൽ 1748 വരെയാണ്. ഒന്ന് പറഞ്ഞേ, 1740 മുതൽ 1748 വരെ. 1740 മുതൽ 1748 വരെ. ഇതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗ്ലോ ഫ്രഞ്ച് കോൺഫ്ലിക്റ്റ് ആണ്. അതായത് ഓസ്ട്രിയൻ വാർ ഓഫ് സക്സഷൻ. ഓസ്ട്രേലിയ ആര് ഭരിക്കണം എന്നുള്ളതിന്റെ തുടർന്ന് അതിന്റെ ബാക്കി പത്രങ്ങളാണ് ഫസ്റ്റ് കർണാട്ടിക് വാർ എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ് കോസ് എന്താണ്? ഈ ബ്രിട്ടീഷുകാർ പോയിട്ട് ഫ്രഞ്ചുകാരെ ചൊറിഞ്ഞു. അതായത് അവരുടെ കുറെ കപ്പലുകൾ പിടിച്ചെടുത്തു. ഓക്കെ, പകരം എന്ത് ചെയ്തു? ഇവര് പോയിട്ട് മദ്രാസ് പിടിച്ചെടുത്തു. ഓക്കെ, മദ്രാസ് പിടിച്ചെടുത്തു. അതിന് ഇവര് മൗറീഷ്യസിൽ നിന്ന് ഹെൽപ്പൊക്കെ വരുന്നുണ്ട്. ബ്രിട്ടീഷുകാരുടെ കയ്യിലുണ്ടായിരുന്ന മദ്രാസ് പിടിച്ചെടുത്തു. അപ്പൊ അതിനെ തുടർന്ന് വലിയ കുഴപ്പമില്ലാണ്ട് ആക്സല ചാപ്ല എന്ന് പറഞ്ഞിട്ടൊരു സന്ധി ഉണ്ടായി. ഫസ്റ്റ് കർണാട്ടിക് വാറിൽ അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഒന്ന് 1940 മുതൽ 48 വരെയാണ്. 48 എൻഡ് ചെയ്യുന്നത് ആക്സല ചാപ്ല എന്ന് പറഞ്ഞ സന്ധി മുഖേനയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? മദ്രാസ് ഇംഗ്ലീഷുകാർക്ക് തിരിച്ചു കൊടുക്കും. എന്നിട്ട് എന്തുണ്ടാവും? നോർത്ത് അമേരിക്കയില് ഫ്രഞ്ചുകാരുടെ കയ്യിൽ നിന്നും ഇംഗ്ലീഷുകാർ തിരിച്ചെടുത്ത ഒരു സാധനം അവർക്ക് തിരിച്ചെടുത്ത് കൊടുക്കുകയും ചെയ്യും. സിഗ്നിഫിക്കൻസ്: ദ വാർ ഈസ് നോട്ടബിൾ ഫോർ ബാറ്റിൽ ഓഫ് സെൻതോം, മദ്രാസ്. ഈ സെൻതോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാറ്റിലിന് ഇത് ഫേമസ് ആണ്.
അത് ഫ്രഞ്ച് ആർമീനെ ലീഡ് ചെയ്തിരുന്നത് ക്യാപ്റ്റൻ പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ. എതിരെ ഉണ്ടായിരുന്നത് അൻവർദീനും. അൻവർദീൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കർണാടക ഇതിന്റെ നവാബാണ്. സെക്കൻഡ് കർണാട്ടിക് വാർ. സെക്കൻഡ് കർണാട്ടിക് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എന്താ കാരണം? ഈ സെക്കൻഡ് കർണാട്ടിക് വാറിൽ രണ്ട് കിടില മനുഷ്യന്മാരെ കാണാം കേട്ടോ. നമ്മുടെ ഡ്യൂപ്ലക്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഫ്രഞ്ച് സേനയുടെ നായകൻ. ഇംഗ്ലീഷ് സേനയുടെ നായകൻ നമുക്ക് നല്ലോണം അറിയാം, റോബർട്ട് ക്ലൈവ് ആണ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നിസാമുൽ മുൾക്ക് ഉണ്ട്. നിസാമുൽ മുൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈദരാബാദിന്റെ ഫൗണ്ടർ ആണ്. അതുപോലെ തന്നെ കോറമാൻഡൽ കോസ്റ്റിലെ രാജാവ് ആകാനായിട്ട് ഒരു ക്ലെയിം ഉള്ള ഒരാളാണ് ചന്ദ സാഹിബ്. ഈ ചന്ദ സാഹിബിനെ മറാത്താസ് വിട്ടയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഹൈദരാബാദിലെ ഈ ഒരു ഇതിന് രണ്ടുപേര്, ഹൈദരാബാദിലെ സീറ്റ് ഉണ്ടല്ലോ, ഹൈദരാബാദിലെ കിരീടത്തിന് രണ്ടുപേര് ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഒന്ന് നാസിർ ജംഗ്, അത് നിസാം ഉൽ മുൾക്കിന്റെ മോനായിരുന്നു. പിന്നെ മുഫാസർ ജംഗ് എന്ന് പറഞ്ഞാൽ നിസാം ഉൽ മുൾക്കിന്റെ ഗ്രാൻഡ് സൺ ആണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർണാടകയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻവർദി ഖാനാണ് അവിടെ ഉള്ളത്, നവാബാണ് കർണാടകന്റെ. അപ്പൊ ചന്ദ സാഹിബിന് വിട്ടുകൊടുത്തല്ലോ നമ്മുടെ മറാത്താസ്. അപ്പൊ ചന്ദ സാഹിബ് അവിടേക്ക് പോവാണ്. അപ്പൊ അൻവർദി ഖാനെ പിന്തുണയ്ക്കുന്നത് ആരാണ്? ഇംഗ്ലീഷുകാരാണ്. ഓക്കെ, ചന്ദ സാഹിബിനെ കയറി പിന്തുണയ്ക്കുകയാണ് ആര്? നമ്മുടെ ഫ്രഞ്ചുകാർ. ഓക്കെ, അപ്പോ ഫ്രഞ്ച് സപ്പോസ്ഡ് മുസാഫിർ ജംഗ് ആൻഡ് ചന്ദ സാഹിബ്. മുസാഫിർ ജംഗിനെയും ചന്ദ സാഹിബിനെയും ആരാണ് സപ്പോർട്ട് ചെയ്തിരുന്നത്? ഫ്രഞ്ച്, മറക്കരുത്. ഇനി ഇംഗ്ലീഷ് ബാക്ക്ഡ് നാസിർ ജംഗ് ആൻഡ് അൻവർദി. ഓക്കെ, അപ്പോ ഈ ഒരു സക്സഷന്റെ ഇടയിൽ കിടന്നിട്ടാണ് ഇവര് കളിക്കാൻ പോകുന്നത്. അപ്പൊ ബാറ്റിൽ ഓഫ് അംബൂർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകുന്നു. അപ്പോ ഈ മുസാഫിർ ജംഗിന്റെയും ചന്ദ സാഹിബിന്റെയും പിന്നെ ഫ്രഞ്ച് ആർമിന്റെയും എല്ലാവരും കൂടി ചേർന്നിട്ട് അൻവർദി ഖാനെ കൊല്ലുകയാണ്. അപ്പൊ ഇവർക്ക് കർണാട്ടിക് കിട്ടി കേട്ടോ. അൻവർദി ഖാനെ കിട്ടി. എന്നിട്ട് മുസാഫിർ ജംഗ് എന്ത് ചെയ്യുന്നു? സുബേദർ ഓഫ് ഡക്കാൻ, ആ ഒരു ഏരിയക്ക് അവിടെ വരും. സുബേദർ ഓഫ് ഡക്കാൻ ആവും. ഡ്യൂപ്ലക്സ് ആക്ട്സ് ദി ഗവർണർ ഓഫ് മുഗൾ ടെറിട്ടറി സൗത്ത് ടു കൃഷ്ണ റിവർ. അപ്പോ സൗത്ത് ടു കൃഷ്ണ റിവറുള്ള മൊത്തം സ്ഥലത്തിന്റെയും ഗവർണറായിട്ട് ഡ്യൂപ്ലക്സിനെ അവരോധിക്കുകയാണ് ചെയ്യുന്നത്. ഹൈദരാബാദിന്റെ കാര്യത്തിൽ പക്ഷെ ഒരു അബദ്ധം പറ്റി. ഹൈദരാബാദിന്റെ കാര്യത്തിൽ ഈ ഹൈദരാബാദിന്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫ്രഞ്ച് സേന അവിടെ നിന്ന് മാറി നിൽക്കണ നേരത്ത്, ട്രിച്ചിനപ്പോളിയിലേക്കുള്ള നേരത്ത് റോബർട്ട് ക്ലൈവ് എന്ത് ചെയ്തു? ആർക്കോട്ട് ആക്രമിച്ചു. ആർക്കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റലാണ്. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ക്യാപിറ്റൽ ഒരു സ്ഥലത്ത് വീണ് കഴിഞ്ഞാല് അത് മൊത്തം കൺട്രിയും പോയി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ആർക്കോട്ട് തിരിച്ചു പിടിക്കാൻ വേണ്ടി ചന്ദ സാഹിബ് തിരിച്ച് ആർക്കോട്ടിലേക്ക് എത്തും, പക്ഷെ ഫെയിൽ ആവും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹത്തിന്റെ രാജസ്ഥാനം നഷ്ടപ്പെട്ടു എന്നാണ്. ഓക്കെ, അങ്ങനെ ആർക്കോട്ട് അതിന്റെ നഷ്ടപ്പെട്ടു, ചന്ദ സാഹിബ് തോൽക്കുകയും ചെയ്തു. Then relief of Trichinopoli. Mysore, Tanjavur and Maratha chief Morari Rao aided the British and Muhammad Ali. മുഹമ്മദ് അലിനെയാണ് ബ്രിട്ടീഷുകാരെ മുന്നിൽ നിർത്തുന്നത് മുഹമ്മദ് അലിനെയാണ്. മുഹമ്മദ് അലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഞ്ചാവൂര് ആൻഡ് മറാത്ത ചീഫ്, അവനെല്ലാരും എന്താണ്? മുഹമ്മദ് അലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഫ്രഞ്ച് ഫോഴ്സസ് അണ്ടർ ജനറൽ ലോ ആൻഡ് ചന്ദ സാഹിബ് വർ ട്രാപ്ഡ് ഓൺ ദ ഐലൻഡ് ഓഫ് ശ്രീരംഗത്തില് ട്രാപ്പ് ആവുകയാണ്. അങ്ങനെ 1752 മൊത്തത്തില് സറൗണ്ട് ചെയ്തു, ചന്ദ സാഹിബിനെ പിടിച്ചുകൂട്ടി മുഹമ്മദ് അലി എക്സിക്യൂട്ട് ചെയ്യാണ്. അങ്ങനെ ഇവരുടെ കയ്യിൽ നിന്നും ആർക്കോട്ട് അതുപോലെ തന്നെ കർണാടകയും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. റോബർട്ട് ക്ലൈവിന്റെ കാര്യം പഠിക്കുമ്പോൾ നമ്മൾ ചെറിയ എക്സാംസിന് പോലും പഠിക്കുന്നതാണ്. ഒരു ഫാക്ട് ഉണ്ട്, എന്താണ്? ആർക്കോട്ട് ഉപരോധത്തിന്റെ നേതാവായിരുന്നു പറയുന്നത് അത് റോബർട്ട് ക്ലൈവ് ആണ്. ഇതാണ് ആർക്കോട്ട് ഉപരോധം കേട്ടോ. അപ്പോ ഡ്യൂപ്ലക്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വളരെ വെൽത്തി ആയിട്ടുള്ള ഒരു ഫാർമറിന് ഉണ്ടായ മോനാണ് ഡ്യൂപ്ലക്സ്. രാജാവിന് അടുത്ത് അച്ഛൻ സ്വാധീനം ചെലുത്തിയാണ് ഡ്യൂപ്ലക്സിനെ
കമ്പനിയുടെ ഒരു വലിയ സ്ഥാനത്ത് കൊണ്ടിരുത്തുന്നത്. ഓക്കെ, പക്ഷെ ഭയങ്കര പിടിവാശിക്കാരനായിരുന്നു. സ്ഥലങ്ങൾ പിടിച്ചടക്കാൻ വേണ്ടി ഒരുപാട് കാശ് ചെലവാക്കി. അവസാനം എന്തുണ്ടാവുന്നു, പുള്ളിനെ തിരിച്ചു വിളിക്കുകയാണ്. ഒരുപാട് ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷെ ഭയങ്കര പിടിവാശിയും ഒക്കെ കാരണം ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവുന്നു. അങ്ങനെ ഇദ്ദേഹത്തിനെ തിരിച്ചു വിളിക്കുകയാണ് ചെയ്യുന്നത്. കേട്ടോ, ഇതൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി. എന്തുകൊണ്ടൊക്കെയാണ് അപ്പൊ ഇത്തരത്തില് ഇവര് മൊത്തത്തിൽ തോറ്റു നിൽക്കുമ്പോൾ ട്രീറ്റി ഉണ്ടാവുകയാണ്. അതായത് ഇനി നേറ്റീവ് പ്രിൻസസിന്റെ കാര്യത്തിലൊന്നും ഫ്രഞ്ചുകാര് ഇടപെടില്ല. കേട്ടോ, അതുപോലെ തന്നെ അവർക്ക് കിട്ടിയ കാര്യങ്ങൾ കൊണ്ട് അവർ സന്തോഷമായിട്ട് ജീവിച്ചോളും, പുതിയ സ്ഥലമൊന്നും പിടിച്ചെടുക്കാനായിട്ട് പോവില്ല എന്നൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുത്ത ശേഷം പ്രശ്നങ്ങളൊക്കെ തീർക്കുകയാണ്. അപ്പൊ ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് ഇവർക്ക് മനസ്സിലാവുകയാണ്, വലിയ യൂറോപ്യൻ സേനകളൊന്നും വേണ്ട, കുറച്ച് ആൾക്കാർ മതി വലിയ വലിയ നാട്ടുരാജാക്കന്മാരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ആൾക്കാർ എപ്പോഴും നാട്ടുരാജാക്കാരുടെ കയ്യിലായിരുന്നു, യൂറോപ്യൻസിന്റെ അടുത്ത് ആൾക്കാർ കുറവായിരുന്നു. പക്ഷെ വെപ്പൺസ് ഒക്കെ വളരെ പുതിയ വെപ്പൺസ് ആയിരുന്നതുകൊണ്ട് ഇവർക്ക് എപ്പോഴും ഒരു മേൽക്കൈ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇവര് മനസ്സിലാക്കുകയാണ്. ഓക്കെ, ഇനിയാണ് തേർഡ് കർണാട്ടിക് വാർ. നിങ്ങൾ 7 ഇയർ വാർസ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മളുടെ അമേരിക്കൻ റവല്യൂഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് കേൾക്കുന്നതാണ്. 7 ഇയർ വാറുകളിൽ ഫ്രഞ്ച് തോൽക്കുന്നു. അങ്ങനെയുള്ള മറുപടി ആയിട്ട് ഇവര് അമേരിക്കൻ റവല്യൂഷന്റെ സമയത്ത് ജോർജ് വാഷിങ്ടണിനെ ടീമിനെയൊക്കെ കുറച്ചും കൂടി ആയുധങ്ങളും കാശൊക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിൽ പഠിക്കുന്നതാണ്. കേട്ടോ, അപ്പം അടുത്ത കർണാട്ടിക് വാർ, തേർഡ് ആൻഡ് ലാസ്റ്റ് കർണാട്ടിക് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ട്രിയൻ അറ്റംപ്റ്റ് ടു റിക്കവർ സിസിലിയെ പിടിച്ചെടുക്കാനുള്ള ആസ്ട്രിയയുടെ അറ്റംപ്റ്റോട് കൂടിയിട്ടാണ്. അപ്പോൾ ഇതിലും എന്താണ്, ബ്രിട്ടനും ഫ്രഞ്ചും ഓപ്പോസിറ്റ് സൈഡിലാണ്. ആ ഹോസ്റ്റിലിറ്റീസ് ആണ് ഇവിടെ ഈ വാറായിട്ട് വരാനായിട്ട് കാരണമാവുന്നത്. ബ്രിട്ടീഷ് ഫോഴ്സസ് ടേൺഡ് അഗ്രസീവ്, ഇൻഫ്ലിക്റ്റഡ് significant losses on the French fleet under Admiral D'Eyck at മസൂലിപ്പട്ടണം. ഇവരുടെ കയ്യിലുള്ള എല്ലാവിധ സാധനങ്ങളും നഷ്ടപ്പെടും. അപ്പോഴാണ് ബാറ്റിൽ ഓഫ് വാണ്ടിവാഷ്. വാണ്ടിവാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്തവാശി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അവിടെ വെച്ചിട്ട് ജനറൽ അയർകൂട്ട് ഡിസീവ്ലി ഡിഫീറ്റഡ് ദ ഫ്രഞ്ച് ആർമി അണ്ടർ കൗണ്ട് തോമസ് ഓർദർ ഡി ലാലി. നല്ല രീതിയിൽ തോൽക്കുകയാണ് സംഭവിക്കുന്നത്. കേട്ടോ, അതുപോലെ തന്നെ ബസ്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രഞ്ച് കമാൻഡറിനൊക്കെ അവര് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് പ്രസിഡന്റായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, തോറ്റ് തൊപ്പിയിടുന്നു. ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ക്യാപ്റ്റൻ ഡി ലാലിനെ അടക്കം പ്രസിഡന്റായിട്ട് പിടിക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന നേരത്ത് എന്തുണ്ടാവുന്നു, അവസാനം ട്രീറ്റി ഓഫ് പാരീസ് ഉണ്ടാവുന്നു. ട്രീറ്റി ഓഫ് പാരീസിൽ ഇവരുടെ കയ്യിൽ നിന്ന് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഫ്രഞ്ച് ഫാക്ടറീസും എല്ലാം തിരിച്ചു കൊടുക്കുന്നു. പൊളിറ്റിക്കൽ അംബിഷൻസ് ഓഫ് ഇൻ ഇന്ത്യ സീസ്ഡ്. പൊളിറ്റിക്കൽ അംബിഷൻസ് ഒന്നും പിന്നെ നടക്കുന്നില്ല. ഇംഗ്ലീഷ് സുപ്രീമസി അംഗീകരിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷുകാർ ജയിക്കുന്നതും ഇവർ തോൽക്കുന്നതും എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഇംഗ്ലീഷുകാർക്ക് എന്താണ്, ഡൊമിനന്റ് യൂറോപ്യൻ പവർ ആണ്. രണ്ടാമത്തെ കാര്യം, നോ മേജർ യൂറോപ്യൻ റിമൈൻഡ്. വേറെ ഒരു യൂറോപ്യൻ റൈവലും പിന്നെ ബാക്കിയില്ല. ഫ്രഞ്ചുകാരെ ഉണ്ടായിരുന്നുള്ളൂ, അതോടുകൂടി എല്ലാം തീർന്നു. പിന്നെ എന്താണ്, ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവരൊരു കമ്പനിയാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റിലോട്ട് പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു വരിക അങ്ങനത്തെ കാര്യത്തിനൊന്നും ആവശ്യമില്ല. അവരൊരു സ്വകാര്യ കമ്പനി ആയതിന്റെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ബാറ്റിൽ ഓഫ് പ്ലാസിയോട് കൂടിയിട്ട് ഇവർ അടിത്തറയിട്ടു. പക്ഷെ ചില ഹിസ്റ്റോറിയൻസ് പറയും വാൻഡിവാഷ് യുദ്ധമാണ് ശരിക്കും ബ്രിട്ടീഷുകാരെ ഇവിടെ ഏറ്റവും കൂടുതൽ അജയ്യരാക്കി മാറ്റുന്നത്. അത് ഈ ഹിസ്റ്റോറിയൻസിന്റെ ഇടയിലുള്ള ഒരു സംസാരമാണ്. നമ്മളെ അത് ബാധിക്കുന്നില്ല. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതാം. പിന്നെ ബ്രിട്ടീഷുകാർക്ക് നല്ല ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ട്, അവർക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പിന്നെ വളരെ എന്താ പറയാ, ഒരു പ്രൈവറ്റ് എന്റർപ്രൈസ് ആയതിന്റെ പല രൂപത്തിലുള്ള ഫ്രീഡവും അവർക്ക് ഉണ്ട്. ഫ്രഞ്ച് കമ്പനിക്ക് ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് കൺട്രോൾഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് ഗവൺമെന്റിന്റെ അടുത്തേക്ക് ആ ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ഡിലേസ് ഒരുപാട് ഉണ്ടായിരുന്നു.
പിന്നെ ഇംഗ്ലീഷ് നേവിക്ക് വളരെ നേവൽ സുപ്രീമസി ഉണ്ടായിരുന്നു ഫ്രഞ്ചുകാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെന്താണ്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് ലൊക്കേഷൻസിൽ മൊത്തം അവയായിരുന്നു. കൽക്കട്ട, ബോംബെ, മദ്രാസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇംഗ്ലീഷുകാരാണ് ഉണ്ടായിരുന്നത്. അപ്പോ ഇങ്ങനെ അവരുടെ കയ്യിൽ ഫണ്ടില്ല. ഇവര് കോളനി ഉണ്ടാക്കാനാണ് ഫ്രഞ്ചുകാർ ആദ്യം തന്നെ ശ്രമിച്ചത്. ബ്രിട്ടീഷുകാർ എപ്പോഴും ട്രേഡ് കൂടുതൽ നടത്താനാണ് ശ്രമിച്ചത്. അപ്പൊ അതുകൊണ്ട് ഫ്രഞ്ചുകാരുടെ കയ്യിൽ കാശില്ലായ്മയും ബ്രിട്ടീഷുകാരുടെ കയ്യിൽ എപ്പോഴും കാശിനൊരു പ്രശ്നവും വരാത്ത രീതിയും ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ബ്രിട്ടീഷുകാർക്ക് കുറെ നല്ല ലീഡേഴ്സ് ഉണ്ടായിരുന്നു. എന്താണ്, അയർകൂട്ട്, മേജർ സ്റ്റിങ്ങർ ലോറൻസ് ആൻഡ് റോബർട്ട് ക്ലൈവ്. പക്ഷെ ഫ്രഞ്ച് സൈഡിൽ ഡ്യൂപ്ലക്സ് പോലെ ഒന്നോ രണ്ടോ ലീഡേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു പാർട്ടിൽ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങളൊന്ന് സ്ലൈഡ് വായിച്ചു നോക്കുക. ഈ ഏരിയ ഒന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. കർണാട്ടിക് വാർസ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇനി നമ്മൾ അടുത്ത ക്ലാസ് മുതൽ പോകും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായി പഠിക്കുക. നോട്ട് എവിടെ കിട്ടും? നോട്ട് എൻ്റെ ടെലഗ്രാം ചാനലിൽ കിട്ടും. ലേൺ വിത്ത് ഹരിത എന്നാണ് ചാനലിന്റെ പേര്. ഞാൻ ചാനലിന്റെ പേര് മെൻഷൻ ചെയ്തേക്കാം. ഓക്കെ, കമന്റിൽ. അപ്പൊ താങ്ക് യു.